ഗവർണറുമായിട്ട് നിലയ്ക്കാത്ത വിവാദം LDF സർക്കാർ ആഗ്രഹിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഓരോ ദിവസവും വിവാദങ്ങളിലേക്ക് പോകാനുള്ള ആവേശം എന്തുകൊണ്ടോ ബഹുമാനപ്പെട്ട ഗവർണർ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. പലപ്പോഴും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ ആ സ്വയം സേവകനാണ്. സ്വയം സേവകൻ്റെ കെട്ടുപാടുകളും ചിട്ടവട്ടങ്ങളും ആശയലോകവും എല്ലാം മാറ്റിവെക്കാൻ ഗവർണറായിട്ടും അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പറയുകയാണ്, അദ്ദേഹം തീരുമാനിക്കാൻ നേരമായി. ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഭരണഘടനയാണ് വഴികാട്ടിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ നിരന്തരം കുത്തിപ്പൊക്കുന്ന സംഘർഷങ്ങൾക്കൊരു കാരണവുമില്ല. അതല്ല, സ്വയംസേവകൻ്റെ റോളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതെങ്കിൽ അത് ഇന്ന് പോകുന്ന വഴിക്ക് പോകാൻ തോന്നും അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് LDFന് അതിൻ്റെ ഗവൺമെൻറ്റിന് സംഘർഷം ലക്ഷ്യമല്ല. ലക്ഷ്യമാകുന്നത് അവർക്കാണെങ്കിൽ അവർ പറയട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് വിനീതമായി പറയുന്നു, താഴെ പറയുന്ന വ്യവസ്ഥകളൊന്ന് വായിക്കണമെന്ന്. The emblems and names Prevention of Improper Use Act 1950 അത് നമ്മൾ വായിക്കണം. The Prevention of Insult to National Honor Act 1971. The state emblem and the state emblem of India Prohibition of Improper Use Act 2005. The state emblem of India Regulation of Use Rules 2007. The Flag Code of India 2002. ഒരു ചെറിയൊരു സർജറി ഉണ്ട് ഈ കാറ്ററാക്റ്റിൻ്റെ, അതുകൊണ്ട് വായന ശരിയാകുന്നില്ല. ഒരാഴ്ച 2 ആഴ്ച കൂടി നിൽക്കും, വായിക്കാൻ പ്രയാസമുണ്ട്. ഇതെല്ലാം ഒന്ന് വായിക്കണം. വായിച്ചിട്ട് അദ്ദേഹം രാജ്ഭവനിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും നിർബന്ധമായിട്ടും വേണം എന്ന് വാദിക്കുന്ന ആ ഒരു സാധനമുണ്ടല്ലോ, ചിത്രം, അതിൻ്റെ ആവശ്യം എന്താണെന്ന്, അതിൻ്റെ നിയമപരമായിട്ടുള്ള സാങ്ക്ടിറ്റി എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കണം. ചിന്തിച്ചാൽ മറുപടിയായി. എന്തായാലും രാജ്ഭവനിലെ ഔദ്യോഗിക വേദികളിലൊന്നും ഇന്ത്യയുടേതല്ലാത്തൊരു മാപ്പ് ഇതുപോലെ കാണിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭൂപടം അത് മഹത്തായ ഒന്നാണ്. ആ ഭൂപടമല്ലാത്ത വേറെ ഏതോ ഒരു ഭൂപടം, അത് സംഘപരിവാറിൻ്റെ ശാഖകളിൽ എപ്പോഴും കാണിക്കുന്ന ഭൂപടമാണെന്ന് പറയപ്പെടുന്നു. ആ ഭൂപടത്തിൻ്റെ പശ്ചാത്തലം വേണമെന്നും ഇന്ത്യക്കറിയാത്ത ഏതോ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇന്ത്യയെന്നും അതാണ് ഭാരതമാതാവ് എന്നൊക്കെ പറയുന്ന ആ വാദങ്ങൾ എത്രമാത്രം ഇംപ്രോപ്പറാണെന്ന് അപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് ബോധ്യപ്പെട്ടേക്കാം ഇത് വായിച്ചാൽ. അതുകൊണ്ട് നിയമപരമായി തന്നെ അത് തെറ്റാണെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്ക് സമയമായിരിക്കുന്നു. അദ്ദേഹം ആ വഴിക്ക് ചിന്തിക്കാൻ ഇനി ഒട്ടും വൈകാൻ പാടില്ല. ഞങ്ങൾക്ക് ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ്. ഞങ്ങൾ ജയ് വിളിക്കും ഭാരതമാതാവിന്. ആ ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ്, ഇവിടുത്തെ മനുഷ്യരാണ്, ഇവിടുത്തെ കോടാനുകോടി സ്ത്രീ പുരുഷന്മാരാണ്. ഞങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ അവർക്കാണ് ഞങ്ങൾ ജയ് വിളിക്കുന്നത്. ഞങ്ങൾ അവർക്ക് മാത്രമല്ല, ഇവിടുത്തെ പ്രകൃതിക്ക് ജയ് വിളിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ നെഹ്റുവിനെ ആദരവോടെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ജയ് വിളിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്.
നിങ്ങളാണ് ഭാരതമാതാവ്. അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണും ഇവിടുത്തെ മലകളും ഇവിടുത്തെ പുഴകളും ഇവിടുത്തെ കാടുകളും എല്ലാമാണ് ഭാരതമാതാവ്. ആ ഭാരതമാതാവിന് കമ്മ്യൂണിസ്റ്റുകാർ ജയ് വിളിക്കും, അതല്ലാതെ വേറെ ഒന്നിനും ജയ് വിളിക്കില്ല. ആ ഭാരതമാതാവിൻ്റെ പ്രതീകമായിട്ട് ഞങ്ങൾ ദേശീയ പതാകയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് ജൂൺ 7-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങൾ, ബ്രാഞ്ചിലെ സഖാക്കൾ കേരളത്തിലെമ്പാടും ആയിരക്കണക്കായ സ്ഥലങ്ങളിൽ ദേശീയ പതാക ഉയർത്തി അതിനു മുമ്പിൽ ഓരോ വൃക്ഷത്തെ വെച്ച് പിടിപ്പിച്ചത്. അതാണ് ഞങ്ങളുടെ മറുപടി രാജ്ഭവനിലുള്ള.